ഇടുക്കി ജില്ലയിലെ കുപ്രസിദ്ധമായ ഒരിടമാണ് മത്തായിക്കോക്ക. ദേശീയപാത 183ന്റെ ഭാഗമായ KK റോഡിൽ പീരിമേടിന് സമീപമാണ് മത്തായിക്കോക്ക സ്ഥിതി ചെയ്യുന്നത്. ദേശീയപാത പുതുക്കിപ്പണിതെങ്കിലും മത്തായിക്കോക്ക ഇന്നും അപകട ഭീഷണി ഉയർത്തുന്ന മേഖലയാണ്. ഇപ്പോഴുള്ള ദേശീയപാത ആയിരുന്നില്ല പണ്ട്. നിലവിലെ പാതയ്ക്ക് മുകളിലൂടെ 50 മീറ്റർ ഉയരത്തിൽ മൺപാതയായിരുന്നു പണ്ട്. കാളവണ്ടികൾ മാത്രം സഞ്ചരിച്ചിരുന്ന കാലം. തമിഴ്നാട്ടിൽ നിന്നും പലചരക്ക് സാധനങ്ങളുമായി വന്ന മത്തായിയും കാളകളും കൊക്കയിലേക്ക് വീണ് കൊല്ലപ്പെട്ടു. പിന്നീട് ദുരൂഹതയും പൊയ്ക്കഥകളുടെയും കാലം. ഇവിടം പിന്നീട് മത്തായിക്കൊക്ക എന്ന് അറിയപ്പെടുവാൻ തുടങ്ങി. പിന്നീട് ഇങ്ങോട്ട് ചെറുതും വലുതുമായ ഒട്ടനവധി അപകടങ്ങൾ. 1999 സ്വകാര്യ ബസ് മറിഞ്ഞ് 6 യാത്രക്കാർ ഇവിടെ കൊല്ലപ്പെട്ടു. ആളുകൾക്കിടയിലും ദുരൂഹതകളും കെട്ടുകഥകളും വീണ്ടും നിറയുവാൻ തുടങ്ങി. റോഡിന്റെ ഭൂഘടനയാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് കണ്ടെത്തിയ അധികൃതർ റോഡ് പുതുക്കിപ്പണിയുകയും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തു. മത്തായിക്കൊക്ക എന്ന് പറയുന്ന ഈ പ്രദേശം പണ്ട് കാലത്ത് അന്നേ നമ്മൾ ഈ കാണുന്ന ഈ റോഡില്ലായിരുന്നു. ഈ റോഡിന് 50 മീറ്റർ മുകളിലായിട്ട് മലമുകളിലൂടെ ആയിരുന്നു റോഡുണ്ടായിരുന്നത്. അന്ന് ഒരു കാളവണ്ടി പാത മാത്രമാണ് ഉണ്ടായിരുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കാളവണ്ടിയിൽ ഇതിനെ പറ്റി കേരളത്തിലുള്ള മുണ്ടക്കയം, കോട്ടയം ഭാഗത്തുള്ള ചന്തകളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അന്ന് ഈ കാളവണ്ടിക്ക് സഞ്ചരിക്കുന്നതിനായി നിരനിരയായി പോകുന്ന കാളവണ്ടിക്ക് സഞ്ചരിക്കാനായിട്ട് റാന്തൽ വിളക്കുകൾ മാത്രമാണ് തൂക്കിയിട്ടിരുന്നത്. മത്തായി സഞ്ചരിച്ചിരുന്ന റാന്തൽ വിളക്കിൻ്റെ ആ വെളിച്ചം കുറഞ്ഞതിന് കാളയ്ക്ക് ദിശ തെറ്റി ആണ് ഈ കുഴിയിൽ വീണ് കാളയും മത്തായിയും അന്ന് മരണപ്പെടുകയുണ്ടായി. അതോടുകൂടി മത്തായി വീണ കൊക്കയായതുകൊണ്ടാണ് ഇതിന് മത്തായിക്കൊക്ക എന്ന് പറയുന്നത്. അതിനുശേഷം 1999 ഇവിടെ ഒരു സ്വകാര്യ ബസ് മറിഞ്ഞ് ഒരു 6 പേരുടെ ജീവൻ എടുത്തിരുന്നു. പിന്നീടാണ് കുറച്ച് വീതി കൂട്ടി ഇവിടെ ബാരിക്കേഡ് പോലെയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നാട്ടുകാർ മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ളൊരു മാലിന്യ ഇടുന്ന ഒരു സംവിധാനം വന്നിരുന്നു. ഏതായാലും പീരുമേട് ഗ്രാമപഞ്ചായത്ത് അടുത്ത കാലത്ത് ഇവിടെ ക്യാമറ സ്ഥാപിച്ചതോടുകൂടി അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. കഥകൾക്കൊപ്പം അധികൃതരുടെ നിബന്ധനകൾ കൂടിയായപ്പോൾ ഇവിടേക്ക് ആളുകളുടെ വരവ് കുറഞ്ഞു. ഫെസ്റ്റൂൺ ന്യൂസ്, പീരുമേട്.